ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ്. നമ്മൾ ന്യൂസിലൊക്കെ ഒത്തിരി കേട്ടു. വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഒത്തിരിയേറെ ഔട്ട് ബ്രേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്തൊക്കെ 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 3 മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും വളരെ വേഗത്തിൽ അതിൻ്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതും അതേസമയം നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ മരണകാരണമായേക്കാവുന്നതുമായിട്ടുള്ള രോഗമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഹെപ്പറ്റൈറ്റിസ് 5 തരമാണുള്ളത്: എ, ബി, സി, ഡി ആൻഡ് ഇ. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ന്യൂനാറ്റൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതിൻ്റെ വേറെ വകഭേദങ്ങളാണ്. ഈ എയും ഇയും ആണ് ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ. അതാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ ഗണത്തിൽ പെടുന്നത്. ഇത് വൈറസ് മൂലമാണ് ഇത് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതുകൊണ്ടാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. പ്രത്യേകമായും ഈ വൈറസുകൾ നമ്മുടെ ജലത്തിൽ നിന്ന്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയോ ഒക്കെയാണ് ഇത് മെയിനായിട്ട് പടരുന്നത്. അതായത് നമ്മൾ മനുഷ്യ വിസർജ്യങ്ങൾ നമ്മുടെ കുടിവെള്ളത്തിൽ കലരാൻ ഇടയാവുകയും, വലിയ എമൗണ്ടൊന്നും കലരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഇത് വൈറസാണ്. ചെറിയ അളവിൽ തന്നെ അത് വെള്ളം ഇൻഫെക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് രോഗവ്യാപനത്തിന് സാധ്യതകളുണ്ട്. അതുപോലെ രോഗിയുമായിട്ട് ഇടപെടുന്നവർ അതുകൊണ്ടൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് മൂലമാണ് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. ഇത് വൈറസ് കയറി അപ്പോൾ തന്നെ രോഗലക്ഷണങ്ങൾ കാണിക്കണമെന്ന് നിർബന്ധമില്ല. അത് ദിവസങ്ങളെടുക്കാം. 15 ദിവസം മുതൽ 30 ദിവസം വരെയൊക്കെ ചിലപ്പോൾ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് സമയമെടുക്കാറുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും പനിയോടുകൂടെ തുടങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഛർദി, ഓക്കാനും അമിതമായിട്ടുള്ള ക്ഷീണം, വിശപ്പില്ലാത്ത അവസ്ഥ ഒക്കെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ലക്ഷണങ്ങളൊക്കെ ആയിട്ട് കാണപ്പെടുന്നത്. അതിനുശേഷം നമ്മുടെ കണ്ണിനും അതുപോലെ തന്നെ നമ്മൾ പാസ് ചെയ്യുന്ന യൂറിനൊക്കെ മഞ്ഞ കളറാവും. അപ്പോൾ ആ ഒരു ലക്ഷണങ്ങളോട് കൂടെയാണ് കൂടുതലായിട്ടും രോഗികൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പലതരത്തിലുള്ള സ്ക്രീനിങ്ങുകൾ ചെയ്ത് രോഗം എന്താണെന്ന് ശരിയായ രീതിയിൽ തിട്ടപ്പെടുത്തിയതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വയം ചികിത്സ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു അലോപ്പതിക് ബേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പഥ്യങ്ങളൊന്നും ഈ വിഷയത്തിൽ എടുക്കാറില്ല. പക്ഷേ പറയാറുള്ളത് കട്ടിയായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് അമിതമായിട്ടുള്ള കൊഴുപ്പൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. മറ്റ് ചിലർ ഉപ്പ് കഴിക്കരുത്, അങ്ങനെ ബാക്കി ഹോമിയോപ്പതിക്, നാച്ചുറോപ്പതി അതിലൊക്കെ ഉപ്പൊക്കെ ഒഴിവാക്കണം, അങ്ങനെ കുറച്ച് പഥ്യങ്ങളൊക്കെ പറയാറുണ്ട്. അത് അലോപ്പതിക് സൈഡിൽ അത്തരം പഥ്യങ്ങൾ നമ്മൾ സ്വീകരിക്കാറില്ല. പക്ഷേ ഈ കൊഴുപ്പുള്ള അല്ലെങ്കിൽ എണ്ണ അധികമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. ബിലിറൂബിൻ ലെവൽ ഹൈ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചിൽ അതൊരു ലക്ഷണമായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ ഇങ്ങനെ പ്രവേശിക്കപ്പെടുന്ന ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികൾ എല്ലാവരെയും തന്നെ നമ്മൾ അഡ്മിറ്റഡ് ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അത് ബിലിറൂബിൻ്റെയും മറ്റ് ബ്ലഡ് ടെസ്റ്റുകളുടെയും ഒക്കെ ലെവലുകൾ നോക്കിയിട്ടാണ് നമ്മൾ ഇത് രോഗി അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടാണോ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് നിശ്ചയിക്കുന്നത്. സാധാരണഗതിയിൽ 2 to 4 അല്ലെങ്കിൽ 4 to 6 വീക്സിൻ്റെ ഉള്ളിൽ രോഗി ക്യൂർ ചെയ്യപ്പെടാറുണ്ട്. ഇനി അതല്ല, ചിലപ്പോൾ ചില കേസുകളിൽ ഇത് നീണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതെല്ലാം അതായത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കപ്പെടുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രിക്വേഷൻ സൈഡ് എന്നുള്ളതാണ് നോക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സമയത്ത് ഇത് ഇങ്ങനെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടിരിക്കുന്നൊരു സമയം ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഔട്ട്സൈഡ് ഫുഡുകൾ മെയിനായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. നമുക്കറിയാം, ചൂട് കൂടുതലൊക്കെയുള്ള സമയമാണ്. ഒത്തിരി യാത്ര ചെയ്തൊക്കെ ക്ഷീണിച്ച് വരുമ്പോൾ ഒരു തണുത്ത ജ്യൂസൊക്കെ കുടിക്കണമെന്ന് നമുക്ക് ഒത്തിരി തോന്നുന്ന സാഹചര്യമാണ്. കുഴപ്പമില്ല. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ മിനറൽ വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. പക്ഷേ ഈ പാത്രങ്ങളൊക്കെ കഴുകുന്ന, അല്ലെങ്കിൽ ഈ നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ കഴുകുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വാട്ടറിലാണെങ്കിൽ, സാധാരണ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വാട്ടറിലാണ് കഴുകുന്നതെങ്കിൽ ആ ഗ്ലാസ്സിൽ വൈറസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സ്പ്രെഡിങ്ങിന് കാരണമായി തീരാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശരിയായ സ്ഥലത്ത് നിന്നാണ് കഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. കൂടുതലായും നമ്മൾ വീട്ടിൽ നിന്നുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കാം. മറ്റൊന്ന്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു രോഗി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ സെപ്പറേറ്റ്, നമ്മൾ കോവിഡ് കാലത്തൊക്കെ ചെയ്തതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ മനുഷ്യ വിസർജ്യങ്ങളിൽ നിന്നാണല്ലോ ഈ വൈറസുകൾ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഒരുക്കി കൊടുത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുൻപും ശേഷമൊക്കെ നന്നായിട്ട് കൈ വാഷ് ചെയ്യുക. ടോയ്ലറ്റിങ്ങിന് മുമ്പും ശേഷമൊക്കെ നന്നായിട്ട് കൈ വാഷ് ചെയ്യുക. സോപ്പ് ഇട്ടിട്ട് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം. നന്നായിട്ട് 2.5-3 ലിറ്ററൊക്കെ വെള്ളം മാക്സിമം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓയിലി ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടുള്ളൊരു പരിചരണം തീർച്ചയായിട്ടും രോഗിക്ക് പെട്ടെന്ന് തന്നെ, അധികം കാലതാമസം നേരിടാതെ തന്നെ ക്യൂറിലേക്ക് കടക്കാനായിട്ട് സാഹചര്യം ഉണ്ടാക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിനി കൊച്ചു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. ഇത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരിലേക്കും ഈ ഒരു അവയർനെസ് എത്തിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇത്തരം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം ഇൻഫർമേഷൻ ഇനിയും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.